ഇതാണ് നമ്മുടെ ഹീറോയിൻ എവിലിൻ. ഇവർ അമേരിക്കയിലെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ചൈനീസ് ഫാമിലിയാണ്. ഇവർക്ക് ഒരു ലോണ്ടറി ഷോപ്പ് ഉണ്ട്. ടാക്സ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ദിവസം ആയതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ബില്ല് റെഡിയാക്കുന്ന തിരക്കിലാണ് എവിലിൻ. എവിലിന്റെ അടുത്ത് അവളുടെ ഹസ്ബൻഡ് വെയ്മണ്ട് എന്തോ പറയണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു പേപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. എവിലിൻ അതൊന്നും ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ കുക്കറിലെ നൂഡിൽസ് ഒന്ന് വെന്തോന്ന് പോയി നോക്ക്, ഡാഡി എണീറ്റ് ആദ്യം ചോദിക്കുന്ന ഫുഡായിരിക്കും എന്നൊക്കെ വെയ്മണ്ടിനോട് പറയും. എവിലിന്റെ ഡാഡി ഇന്നാണ് ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഓരോ പണികൾ വെയ്മണ്ടിനോട് എവിലിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെയ്മണ്ട് അവളുടെ പിന്നാലെ പോയിട്ട് എന്തോ പറയാൻ നിൽക്കുമ്പോൾ എവിലിന്റെ അച്ഛൻ എണീറ്റ് അവളെ വിളിക്കുന്നത് കേൾക്കും. അപ്പോൾ തന്നെ എവിലിൻ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. വെയ്മണ്ട് അപ്പോഴാണ് ആ പേപ്പറിലേക്ക് നോക്കി നിൽക്കുന്നത്. ആ പേപ്പർ അവരുടെ ഡിവോഴ്സ് നോട്ടീസാണ്. എവിലിൻ എപ്പോഴും വർക്ക് എന്ന ചിന്തയിൽ നടക്കുന്നത് കൊണ്ട് അവൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നില്ല, ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അവനുമായിട്ടുള്ള ജീവിതത്തിൽ അവൾ ഹാപ്പി അല്ല എന്ന ചിന്ത വെയ്മണ്ടിനുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കാമെന്ന തീരുമാനം അവനെടുത്തിട്ടുള്ളത്. അടുത്തത് മകളായ ജോയെ കാണിക്കുന്നു. അവൾ ഒരു ലെസ്ബിയനാണ്. അവൾ ഇങ്ങനെ റിലേഷൻഷിപ്പിലാണ് എന്ന വിവരം എവിലിന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് അവളുടെ പിന്നാലെ നടക്കുകയാണ്. എവിലിൻ അന്ന് രാത്രി അവരുടെ കസ്റ്റമേഴ്സിനൊക്കെ വിളിച്ചിട്ട് ഒരു ചൈനീസ് പാർട്ടി നടത്താമെന്ന ചിന്തയിലാണ്. ഷോപ്പിലേക്ക് വരുന്ന ആളുകളെയൊക്കെ ന്യൂ ഇയർ പാർട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് എവിലിൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയ്ക്ക് അവളുടെ പാർട്ണറെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ണറിനെ കൂട്ടിയിട്ട് എവിലിന്റെ അടുത്തേക്ക് വരികയാണ്. എല്ലാ കാര്യം എനിക്കറിയാം, ഫ്രണ്ട്സ് ആണെങ്കിൽ ശരി, പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലോ, ഈ റിലേഷൻഷിപ്പ് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ജോയിന്റെ അടുത്ത് എവിലിൻ പറയും. എങ്ങനെയെങ്കിലും എവിലിനെ കൺവിൻസ് ചെയ്യണമെന്ന ചിന്തയോട് കൂടിയിട്ട് ജോയ് എവിലിന്റെ പുറകെ നടക്കുകയാണ്. അതേസമയം താഴെ കസ്റ്റമേഴ്സ് വന്ന് ഡോർ കൊട്ടും. അപ്പോൾ എവിലിൻ താഴത്തെ ലോണ്ടറി ഷോപ്പിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവർ ന്യൂ ഇയർ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതിന്റെ ഇടയിലൂടെ ഒരു താടിക്കാരൻ വന്നിട്ട് എന്റെ തുണികളൊക്കെ എവിടെയെന്ന് ചോദിക്കും. എവിലിൻ അത് നോക്കുമ്പോൾ കാണില്ല. അപ്പോൾ വെയ്മണ്ട് പറയും അതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ എവിലിനും ഷോ എത്ര തവണ കയറി ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അവളുടെ പിന്നാലെ ജോയും പോകും. എന്നിട്ട് അവൾ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സമയം അവരുടെ CCTV ക്യാമറയിലെ വെയ്മണ്ടിനെ കാണിക്കുന്നുണ്ട്. വെയ്മണ്ട് അവിടുത്തെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പാർട്ടിയെ കുറിച്ചൊക്കെ സംസാരിക്കായിരിക്കും. പെട്ടെന്ന് ആൾ ചെറുപ്പക്കാരെ പോലെ ആയിട്ട് അതിലൂടെ ഓടി നടക്കുന്നതാണ്. എന്നിട്ട് രാത്രിയിലെ പാർട്ടിക്ക് വേണ്ടിയുള്ള ഡാൻസ് സ്റ്റെപ്പൊക്കെ അവിടെ വന്ന ഒരു താടിക്കാരൻ കസ്റ്റമേഴ്സിന്റെ അടുത്ത് കാണിക്കായിരിക്കും.